പ്രതിഭ ട്യൂട്ടോറിയൽസ് എന്ന് പറയുന്ന ഈ ഒരു ചിത്രം ഈ ഓണക്കാലത്ത് ഇറങ്ങിയ ഒരുപാട് ചിത്രങ്ങളുണ്ട്. ARM ആയാലും ബാഡ് ബോയ്സ് ആയാലും ഗ്യാങ്സ് ഓഫ് സുമാരക്കുറുപ്പ് ആയാലും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കൊണ്ടലായാലും അതേപോലെ തന്നെ ആസിഫ് അലിയുടെ പടമായാലും ഇതിൻ്റെ ഇടയിൽ ഇറങ്ങിയ ഒരു ചെറിയൊരു ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് അതിൻ്റെയൊക്കെ ഇടയിൽ ഇറങ്ങിയ ഒരു ചെറിയൊരു ചിത്രമാണ് നമ്മുടെ പ്രതിഭ ട്യൂട്ടോറിയൽസ്. ഇതിൽ എൽദോ രാജു എന്ന് പറയുന്ന ഒരു നടൻ ഒരുപാട് ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നടനാണ്. അദ്ദേഹം നായക നിരയിലേക്ക് വരുന്ന ഒരു ചിത്രം. അതിൽ നായികമാരായിട്ട് രണ്ട് പുതുമുഖ നായികമാരുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. എല്ലാ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം. അതേപോലെ തന്നെ നമ്മുടെ സുധീഷ് ചേട്ടനായാലും അതേപോലെ തന്നെ നിർമ്മൽ പാലാഴി, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവരുമുണ്ട്. ഷാജു നവോദയ, അങ്ങനെ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ ഉള്ള പുതുമുഖങ്ങളുടെ ഒരു ചെറിയൊരു ചിത്രം, കണ്ടിരിക്കാവുന്ന ചിത്രം. പ്രതിഭ ട്യൂട്ടോറിയൽ വളരെ സാമൂഹികമായിട്ടുള്ള കഥ പറയുന്ന ഒരു സിനിമയാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ വിഷ്വൽസ് അതിഗംഭീരമായ ഫോട്ടോഗ്രാഫിയാണ് ചെയ്തിരിക്കുന്നത്. ഒരു നാട്ടിൻപുറത്തെ കഥ പറയുന്ന ഒരു ഫാമിലി സ്റ്റോറിയാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. അതിൽ ഒരുപാട് നല്ല നല്ല ചിരിക്കാനുള്ള നല്ല മുഹൂർത്തങ്ങൾ അതിൽ ചാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസകരമായിട്ടുള്ള ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് വന്നിട്ട് കഥയും അതുപോലെ തന്നെ നമുക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന നല്ലൊരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണേണ്ട സിനിമ തന്നെയാണ്. പ്രതിഭ ട്യൂട്ടോറിയൽസ് കണ്ടിറങ്ങി. നല്ലൊരു ചിത്രം. എന്ന് പറയുക ശരിക്കും ഒരു കോളേജിലെ കുസൃതി തരങ്ങളൊക്കെ വരച്ച് കാട്ടിയ ചിത്രമാണ്. അതിലുപരി സീനിയർ താരങ്ങൾ അൽതാഫ് സലീം, മറ്റേ ജോണി ആൻറ്റൺ, സുധീഷ്, പ്രശാന്ത് ഷാജു, ജാഫ്രി ഡിക്കി, അങ്ങനെ തുടങ്ങിയ ഒരു നിർമ്മൽ പാലാഴി, ഒരു നിര തന്നെ അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഒരു വലിയ രീതിയിലുള്ള ട്വിസ്റ്റുള്ള കഥയൊന്നുമല്ല, പക്ഷെ അത് ചെറിയൊരു ത്രെഡ് നല്ല രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഗ്രാമീണ അന്തരീക്ഷം, പഴയ കാലത്തെ അനുസ്മരിക്കുന്ന വിധമുള്ള ക്യാമ്പസിൻ്റെ പശ്ചാത്തലം, പ്രണയം, പിന്നെ അതിലുപരി കൈലാസ് മേനോൻ്റെ നല്ല ഇമ്പമാർന്ന സംഗീതം, നല്ല ഗാനങ്ങൾ, 4 ഗാനങ്ങളോളം നന്നായിട്ടുണ്ട്. പിന്നെ ഒരു കോഴിക്കോടിൻ്റെയും വയനാടിൻ്റെയൊക്കെ ലൊക്കേഷൻ ഭംഗി, ഇതൊക്കെ കൊണ്ട് പ്രതിഭ ട്യൂട്ടോറിയൽസ് ഒരു 2 മണിക്കൂർ എൻ്റർടൈനറാണ്. ഒട്ടും ലാഗില്ലാതെ ബോറടിപ്പിക്കാതെ സംവിധായകൻ അഭിലാഷ് പറഞ്ഞിട്ടുണ്ട്. നിർമ്മാതാവ് ശ്രീലാൽ പരിഹാസ്. അങ്ങനെ ഒരു കൂട്ടം നല്ല രാഹുൽ സിനിമയിലെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നു. നല്ല കണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവി തന്നെയാണ്. ആരതി പുതുമുഖം നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആരതിയും അതുപോലെ തന്നെ കുറേയധികം പുതുമുഖങ്ങൾ ഒന്നു ചേർന്ന് ഒട്ടും തന്നെ ഒരു പഴക്കമുള്ള സീനിയർ താരങ്ങളെ പോലെ തന്നെ അവർ പെരുമാറിയിട്ടുണ്ട്. ടീനേജ് കുട്ടികളൊക്കെ തന്നെ. നല്ലൊരു വാച്ചോൾ മൂവിയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ട് കണ്ട ഭയങ്കര സന്തോഷം, ഇമോഷണലാണ്. കുറച്ച് 1-2 വർഷം മുന്നേ ഷൂട്ട് ചെയ്തതാണ്. 1-2 വർഷമായി. സീക്രട്ടിനല്ല, എല്ലാവരും നല്ല പറയണേ. നിങ്ങൾ പറയൂ. എല്ലാവരും കാണാം. ഒരു ജോണർ, ഒരു കോമഡി ഫൺ എലിമെന്റ്. അപ്പൊ എല്ലാവരും വന്ന് കാണാം, അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ചെറിയൊരു മൂവി ആണ് ഈ ഒരു വലിയ മൂവീസിന്റെ ഇടയിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ പ്രേക്ഷകരോടും പറയണത് ഞങ്ങളെ എന്ത് ചെയ്യരുത്, തരം താഴ്ത്തരുത്. ഞങ്ങളെ പടം കൂടി വിജയിപ്പിക്കണം എന്നുള്ളത് അപേക്ഷിക്കുകയാണ്. ഇഷ്ടമായോ നിങ്ങൾക്ക്? നിങ്ങൾ കണ്ടിരുന്നില്ലേ? ഓക്കെ. അതെ ഒരു കോയി സ്വഭാവമുള്ള അല്ലേ? അത് എല്ലാവരും ഉണ്ട്. ജോണി ആന്റണി സാർ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ അൽതാഫ്, അവരൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളെ ഡയറക്ടർ ആവട്ടെ അഭിലാഷ് ചേട്ടൻ, ഒരുപാട് അവരൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യാൻ കഴിഞ്ഞത്. കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല പേടിണ്ടായിരുന്നു അവരെ കൂടെ ചെയ്യാന്. എന്നാലും ചെയ്യാൻ കഴിഞ്ഞാല് വളരെയധികം ഹാപ്പിയാണ് ഞാൻ. സുധീഷ് ചേട്ടന് അതന്നെ, സുധീഷ് ചേട്ടനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-35 വർഷമായിട്ടുള്ള ഈ ഫീൽഡിലുള്ള ആളുകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പുതുക്കായിട്ടുള്ള ഒരു വ്യക്തിക്ക് അത്രയും സപ്പോർട്ടാണ് അദ്ദേഹം ചെയ്ത് തന്നിട്ടുള്ളത്. എനിക്കൊന്നുമല്ല, ടെൻഷൻ കൊണ്ടുള്ളൊരു ഇതുണ്ട്. ആദ്യമായിട്ട് സന്തോഷം കൊണ്ടുള്ളൊരു
മനസ്സിൽ സന്തോഷം കൊണ്ടുള്ള ഒരു ടെൻഷൻ ഉണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ. അതെ അതെ. എന്താന്ന് വെച്ചാൽ ഒരു മാസത്തോളം ഞങ്ങൾക്ക് എന്തായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നു. അത്രയും ഞങ്ങളൊരു ഫാമിലി ആയിട്ടാണ് കടന്നു പോയിരുന്നത്. അത് തന്നെ സന്തോഷം.